ഹലോ ഗൈസ്, ഫിലിപ്പീൻസിൽ നിന്ന് മലേഷ്യ വഴി മലേഷ്യയിലെ കിടിലൻ എയർപോർട്ടും കണ്ട് ന്യൂക്ലിയർ ബോംബ് പൊട്ടിയത് പോലുള്ള ഒരു മേഖല കണ്ട് 8 മൈൽ കൊടുത്ത് ചായയും കുടിച്ച് എന്റെ പുതിയ വീടിനെ 2 വർഷത്തിന് ശേഷം ആദ്യമായിട്ട് കാണാൻ പോവാണ്. വെക്കേഷൻ തുടങ്ങിയപ്പോൾ ഫിലിപ്പീൻസിൽ നിന്ന് എന്റെ ചങ്ങായിമാരും കൂടി പോയോണ്ടിരിക്കുന്നത് എനിക്ക് ഏറ്റവും ഇഷ്ടമില്ലാത്ത എയർപോർട്ടാണ്. ഈ എയർപോർട്ടിൽ എപ്പോൾ നോക്കിയാലും ഇരിക്കുന്ന സീറ്റ് പോലും ഉണ്ടാവില്ല. അതാണ് ഇഷ്ടമില്ലാത്ത. മയൂകയുടെ ബർത്ത്ഡേ ആണ്. മയൂകിനെ ഹാപ്പി ആക്കാൻ വേണ്ടിട്ട് തന്നെ നമ്മൾ ഓൾക്ക് വേണ്ടിട്ട് വീഡിയോ ഒക്കെ ഉണ്ടാക്കി കൊടുത്ത്. അങ്ങനെ ലഗേജ് ഫ്ലൈറ്റ് കയറ്റി ഈ ഉറങ്ങുന്ന ചങ്ങാനും കൂട്ടിയിട്ട് ഒരു 2 മണിയായപ്പോൾ ഫ്ലൈറ്റ് കയറി. വിത്തിൻ 2 മണിക്കൂർ കൊണ്ട് മഞ്ഞിലെത്തിയപ്പോൾ എഞ്ചിനീയർമാരൊക്കെ അവിടെ ഫ്ലൈറ്റ് ഇറക്കിക്കൊണ്ടിരിക്കുകയാണ്. ബസ് കയറിയപ്പോൾ ഒടുക്കത് തിരക്കും. പിന്നെ നമ്മൾ റീൽ എടുക്കാൻ തീരുമാനിച്ചു. ഓൾക്ക് കൊണ്ട് ഉണ്ടാക്കി ഡാൻസ് വീഡിയോ കാണിച്ചു കൊടുത്തിട്ട് ഓളോട് കുറച്ചു നേരം വർത്താനം പറഞ്ഞപ്പോഴത്തേനും ഓൾ സെൻസിറ്റീവ് ആയി. മയൂകിനോട് വേഗം തന്നെ ബൈ ബൈ പറഞ്ഞിട്ട് നമ്മളൊരു സീറ്റ് പോയി പിടിച്ച്. നമ്മളെ ബാക്കിൽ എസ്കലേറ്ററും ഫ്രണ്ടിൽ കിടിലൻ ടേക്ക് ഓഫ് ചെയ്യേണ്ട വ്യൂവും കാണാൻ പറ്റും. ഫ്ലൈറ്റ് പറഞ്ഞാലും JCB വന്നാലും നമ്മൾ നോക്കിക്കും, അത് വേറെ കാര്യം. ഫ്ലൈറ്റിന്റെ സമയത്തുകൊണ്ട് തന്നെ ഗേറ്റിന്റെ അടുത്തേക്ക് നടന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പോഴാണ് പൊട്ടറ്റോ കോർണറിൽ കയറിയിട്ട് കിടിലൻ ഫ്രൈസ് കഴിച്ചത്. എന്ത് രസമാണ്, എനിക്ക് ഭയങ്കര ഇഷ്ടമായി. മഞ്ഞിൽ കാണാൻ ആഗ്രഹമുള്ളതുകൊണ്ട് തന്നെ കുറച്ചു നേരം പുറത്തേക്ക് വെള്ളമിറക്കി ഇരുന്നിട്ട് നമ്മൾ നേരെ ഫ്ലൈറ്റ് കയറിയിരുന്നു. ഇപ്പൊ നല്ല വ്യൂ കാണാൻ പറ്റിയില്ലെങ്കിലും ടേക്ക് ഓഫ് ശേഷം കിടിലൻ വ്യൂ കാണാൻ പറ്റി. വലിയ കണ്ടെയ്നറിലെ ഷിപ്പുകളും കിടിലൻ ബിൽഡിങ്ങുകളും കാണാൻ പറ്റി. കുറച്ചിരം കഴിഞ്ഞപ്പോൾ തന്നെ ഫുഡ് വന്ന് ഫ്രീ അല്ല, പർച്ചേസ് ഇതാണ്. മണം കൊള്ളാം, പക്ഷെ ടേസ്റ്റ് കൊള്ളൂല. അങ്ങനെ ഒന്ന് ഉറങ്ങി എണീച്ചപ്പോഴേക്കും നല്ല കിടിലൻ വ്യൂ. ഹിരോഷിമ നാഗസാക്കിയിൽ ബോംബ് ഇട്ട പോലത്തെ വ്യൂ. എന്ത് രസം അറിയോ. പിന്നെ ഇത് മലേഷ്യ എത്തി. പച്ചപ്പ് ഹരിതാപുരാണ് എയർപോർട്ടിന്റെ വ്യൂ. അവിടെ തീരെ ഇഷ്ടമായില്ല. പക്ഷെ മലേഷ്യ എയർപോർട്ടിന്റെ ഫസ്റ്റ് ഇംപ്രഷൻ അതൊക്കെ ഭയങ്കര ഇഷ്ടമായി. ഉള്ളിൽ കയറിയപ്പോൾ മനസ്സിലായത് വലിയ എയർപോർട്ടാണ്, കുറെ നടക്കാണ്ടെന്ന്. പിന്നെ പൈലറ്റിനോട് സൊറ പറഞ്ഞിട്ട് ഡ്രൈവ് ചെയ്യാൻ അങ്ങനെ ഉണ്ടായിരുന്നു ഫ്ലൈറ്റ് എന്നൊക്കെ ചോദിച്ചിട്ട് നമ്മൾ നേരെ നടക്കുമ്പോൾ ഒരു ട്രോളി ആണ്. എന്ത് ഇത്ര ചെറിയ ട്രോളി, നമ്മുടെ ലഗേജ് ഇല്ലാത്തതുകൊണ്ട് നമുക്ക് പ്രശ്നമില്ല. പിന്നെ ഉള്ളിൽ കയറിയപ്പോൾ പെർട്ടുക്കരൻ അന്തർബംഗ എഴുതിയിരിക്കുന്നത്. അതിനർത്ഥം ഇന്റർനാഷണൽ എയർപോർട്ട് എന്നാണ്. കിടിലൻ വ്യൂ കേട്ടോ മലേഷ്യൻ എയർപോർട്ട്. ഓ, 4 മണിക്കൂർ ലേ ഓവറിലോണ്ട് തന്നെ ഉന്മേഷത്തിന് വേണ്ടിയിട്ട് ഒരു ചായ കുടിക്കാൻ തീരുമാനിച്ചു. നോക്കുമ്പോൾ 8 മൈൽ. മൈൽ എന്താന്നുള്ളത് ഞാൻ ഫ്ലൈറ്റ് കയറിട്ട് പറഞ്ഞുതരാം. ഇത് കണ്ട പച്ച മലയാളത്തിൽ ഇതിനെ മലേഷ്യൻ റിംഗറ്റ്സ് എന്നാണ് പറയുന്നത്. പിന്നീട് നമ്മൾ നിങ്ങൾക്കുമാകാം കോടീശ്വരൻ കളിക്കുകയാണ്. ശ്രവ്യാണ് നമ്മുടെ കണ്ടസ്റ്റന്റ്. 1 മില്യൺ ക്വസ്റ്റ്യൻ ഉത്തരം പറഞ്ഞിരിക്കുന്നു. ശ്രവ്യ, നിങ്ങൾ ഒരു വിന്നറാണ്. നമ്മുടെ ഗെയിം കഴിഞ്ഞപ്പോഴത്തേനും ഫുഡ് എത്തി. പെരി ചിക്കനും ജോളോ ഫ്രൈസും. ഈ സാധനം കൊള്ളൊക്കെ ഇഷ്ടമായി. പിന്നെ നമ്മുടെ കൊച്ചി എത്തി. മക്കളെ ഒരു സമാധാനം ഇട്ടോ സ്വന്തം നാട്ടിലെത്തിയപ്പോ. പിന്നെ നേരെ റെയിൽവേ സ്റ്റേഷനിൽ പോയിട്ട് അതിന്റെ മുമ്പത്തെ ഷോപ്പിൽ നിന്ന് ജ്യൂസ് കുടിച്ചിട്ട് നേരെ ഓടിച്ചാടി കയറി. നോക്കുമ്പോൾ AC കയറിയത്. TTR പിടിച്ചിട്ട് എന്നോട് പറഞ്ഞു വേഗം അപ്പുറത്ത് പോയി കയറിക്കോന്ന്. എന്നിട്ട് ഞാൻ വേഗം അപ്പുറത്ത് പോയി കയറിയത്. നമ്മളിങ്ങനെ നിൽക്കണേ. 2 മണിക്കൂർ നിന്നതിന് ശേഷം നമ്മൾ കേരളത്തിൽ ഏറ്റവും വലിയ റെയിൽവേ സ്റ്റേഷനായ ഷൊർണൂർ റെയിൽവേ സ്റ്റേഷനിലേക്ക് എത്തിയിരിക്കുകയാണ്. നോക്കുമ്പോൾ ഒരു മനുഷ്യല്ല കേട്ടോ അവിടെ. പിന്നെ പോണ വഴിക്കും ആരുമില്ല. ആദ്യമായിട്ട് വീഡിയോ കണ്ടു. എനിക്ക് വേണ്ടി എൻ്റെ അമ്മ ഇവിടെ വെയിറ്റ് ചെയ്യുന്നുണ്ടായിരുന്നു. അസ്സലാമലൈക്കും. അപ്പൊ ഗൈസ്, നമ്മുടെ വീഡിയോ ഇവിടെ അവസാനിക്കുകയാണ്. വീട്ടിലെത്തിയതിനു ശേഷമുള്ള ബാക്കി വ്ളോഗ് കാണാൻ വേണ്ടിയിട്ട് എല്ലാവരും എൻ്റെ വീഡിയോ സബ്സ്ക്രൈബ് ചെയ്യുക. ചെങ്ങായിമാർക്കൊക്കെ ഈ വീഡിയോ അയച്ചു കൊടുത്തിട്ട് എന്നെ സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ ഓക്കെ, ബൈ ബൈ.